നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയുന്തോറും ഗൾഫിൽ പുതിയ പുതിയ സംഭവ വികാസങ്ങളാണ് അരങ്ങേറുന്നത്. ഈ വർഷാരംഭത്തിൽ തന്നെ ഏവരെയും നടുക്കിക്കൊണ്ടാണ് UAE ഹൂതികൾ ആക്രമിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സൗദിയെ ലക്ഷ്യം വെച്ചിരുന്ന ഹൂതികൾ UAEയും ലക്ഷ്യം വെച്ചപ്പോൾ ഗൾഫ് അക്ഷരാർത്ഥത്തിൽ അമ്പരക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഗൾഫിന്റെ സുരക്ഷയ്ക്കായി സൗദി മുന്നിട്ടിറങ്ങി. ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകണം എന്നതാണ് സൗദിയുടെ ഇപ്പോഴത്തെ പ്രതിജ്ഞ. അങ്ങനെ ഗൾഫിന്റെ സമാധാനത്തിനായി സൗദി എത്തുന്നു. അതെ, പ്രവാസികൾക്കെന്ന് പ്രിയപ്പെട്ട നാടാകുന്നു സൗദി അറേബ്യ. ഇപ്പോഴത്തെ സൗദി പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാനുമായി ചർച്ചയ്ക്ക് വീണ്ടും സൗദി അറേബ്യ ഒരുങ്ങുമ്പോൾ ഗൾഫിൽ പുതിയ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അലു സൗദ് രാജകുമാരനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 4 തവണ ഇത്തരത്തിൽ ചർച്ച നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. തുടർന്ന് എല്ലാ ചർച്ചകളും നയതന്ത്ര ശ്രമങ്ങളും നിലയ്ക്കുകയായിരുന്നു. എന്നാൽ മ്യൂണിക്കിലെത്തിയ സൗദി മന്ത്രി പുതിയ ചർച്ചകൾ നടക്കാൻ പോകുന്ന കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി. ഇറാനും സൗദിക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്നത് ഇറാഖാണ്. മേഖലയിലെ എണ്ണ രാജാക്കന്മാരാണ് സൗദിയും ഇറാനും ഇറാഖും. ഇവർ ഭിന്നതകൾ മറന്നാൽ പശ്ചിമേഷ്യ മൊത്തം മാറിമറിയും. നിലവിലെ സാഹചര്യത്തിൽ ഐക്യത്തിന്റെ പാതയിലെത്താൻ ഇനിയും സമയമെടുക്കുമെന്ന് കരുതിയിരിക്കവെയാണ് പുതിയ ചർച്ചകൾ തുടങ്ങാൻ പോകുന്നത്. പശ്ചിമേഷ്യയിലെ പല വിഷയങ്ങളിലും വിരുദ്ധചേരിയിലാണ് ഇറാനും സൗദി അറേബ്യയും നിലനിൽക്കുന്നത്. ഇസ്ലാമിലെ വ്യത്യസ്തമായ ചിന്താധാരകളായ സുന്നി ഷിയ വിഭാഗീയതയാണ് ഇരുവരും വിശുദ്ധ ചേരിയിലാകാൻ കാരണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. യമൻ, സിറിയ തുടങ്ങിയ തർക്കങ്ങളിൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും 2 തട്ടിലാണുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെയും ഇറാഖിന്റെയും ഇടപെടലാണ് ഇരുവരും ചർച്ചയ്ക്ക് തയ്യാറാകാൻ കാരണമായത്. ഇത്തരത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് 2016 സൗദിയിൽ ഷിയ പണ്ഡിതനെ തൂക്കിലേറ്റിയത്. ഇതാണ് ഏറ്റവും ഒടുവിൽ ഇറാനും സൗദിയും ഭിന്നത രൂക്ഷമാക്കിയ സംഭവം. ഇറാനിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറിയിരുന്നു ഈ വധശിക്ഷ. സമരക്കാർ ടെഹ്റാനിലെ സൗദിയുടെ എംബസിയിലേക്ക് ഇരച്ചുകയറി പ്രതിഷേധം ഉന്നയിച്ചു. ഇതോടെ സൗദി ഇറാനിലെ എംബസി അടച്ചുപൂട്ടുകയായിരുന്നു. ഇങ്ങനെ തർക്കം തുടർന്നാൽ മേഖലയ്ക്ക് ഗുണം ചെയ്യില്ലെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞ വർഷം ഇറാഖ് നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളാണ് സൗദിയെയും ഇറാനെയും ചർച്ചയുടെ വഴിയിലെത്തിച്ചത്. ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ നേരിട്ട് ചർച്ചകൾ നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. 4 തവണയാണ് ചർച്ചകൾ നടന്നത്. ഇപ്പോൾ 5ാം തവണ ചർച്ച നടത്തുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനും ലോകരാജ്യങ്ങളും തമ്മിലുള്ള ആണവ കരാർ ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇറാനുമായി ലോകരാജ്യങ്ങൾ കരാറിലെത്തരുതെന്നാണ് സൗദിയുടെ നിലപാട്. ഇത്തരത്തിൽ പശ്ചിമേഷ്യയിലെ ആശങ്ക പരിഹരിച്ച ശേഷം കരാർ മതി എന്ന് സൗദി പറയുന്നു. ആണവ കരാർ സാധ്യമായാൽ ഇറാൻ അത്യാധുനിക മിസൈൽ നിർമ്മിക്കുമെന്നാണ് സൗദിയുടെ ഭയം. പ്രസക്തമായ ഒരു നിർദ്ദേശം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്ന് സൗദി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇറാൻ ചർച്ചയെ ഗൗരവത്തിൽ കാണുന്നില്ല എന്ന ആക്ഷേപവും സൗദിക്കുണ്ട്. ഹൂതി വിഷയമാണ് സൗദി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. യമനിലെ ഹൂതി വിമതരെ ഇറാൻ സഹായിക്കുന്നുണ്ട് എന്ന് സൗദി ആരോപിക്കുകയാണ്. അതേസമയം സൗദിയെയും സഖ്യരാജ്യങ്ങളെയും ഹൂതികൾ ആക്രമിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെയാണ് എന്ന് സൗദി പറയുന്നു. സൗദി അരാംകോയുടെ എണ്ണ കേന്ദ്രങ്ങൾ ഹൂതികൾ 2019 ആക്രമിച്ചിരുന്നു. സൗദിയുടെ എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടാക്കിയ സംഭവമായിരുന്നു ഇത്. പിന്നിൽ ഇറാനാണ് എന്നും തങ്ങളെ സാമ്പത്തികമായി തകർക്കാനാണ് ഇറാന്റെ നീക്കമെന്ന് സൗദി ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തി. ഹൂതികൾ ദീർഘദൂര മിസൈൽ നിർമ്മിക്കാൻ കഴിയില്ല, ഇറാന്റെ സഹായമുള്ളതുകൊണ്ടാണ് അത് സാധ്യമാകുന്നതെന്നും സൗദി മന്ത്രി ഫൈസൽ രാജകുമാരൻ ആരോപിക്കുകയും ചെയ്തു. ആക്രമണം നടത്തുകയും മറുഭാഗത്ത് ചർച്ച നടത്തുകയും ചെയ്യുന്നതിൽ കാര്യമില്ലെന്ന് സൗദി ചൂണ്ടിക്കാണിക്കുന്നു. UN-ന്റെയും ഇറാഖിന്റെയും താൽപര്യം പരിഗണിച്ചാണ് സൗദി ഇപ്പോൾ വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങുന്നത്. യമനിലെ യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് UN-ന്റെ നിലപാട്. ഇതിന് ഇറാനുമായി ചർച്ച നടത്തേണ്ടതുണ്ടെന്നും സൗദി മനസ്സിലാക്കുകയാണ്. ഇതേ തുടർന്നാണ് 5ാം ഘട്ട ചർച്ചകൾ നടക്കാൻ പോകുന്നത്. ഇത് ഏറെ ആകാംക്ഷയോടെയാണ് ഗൾഫ് മേഖല മുഴുവനും ഉറ്റുനോക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.